ശിവയെ ആരോ ആക്രമിച്ചതായി സ്വപ്നം കാണുന്ന ശിവാനി. അജ്ഞാതരായ ആരോ തങ്ങളുടെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന ജലജ. ശിവാനിയുടെ വീട്ടിലെത്തുന്ന വിനായകൻ. തുടർന്ന് കാണുക. ഭാവിച്ചേ വാ. ശിവാനി വാതിൽ തുറക്ക്, ഞാൻ അസിജൻ. സിജന, നിങ്ങൾ വന്നു പോയതിന്റെ തൊട്ടുപിറകെ ഇവിടെ ആര് വന്നു? വാതിലിന് ശക്തിയായി മുട്ടി. ആദ്യം ഞാൻ കരുതിയത് സിജനൻ തന്നെ ആയിരിക്കുമെന്ന. വിളിയൊന്നും ഉണ്ടായില്ല. പല ആവർത്തി വാതിൽ മുട്ടി സിജന. അത് വേറെ ആരും ആയിരുന്നില്ല ശിവാനി, വിനായകൻ തന്നെയാ. അയാളെ ഞങ്ങൾ ഈ പരിസരത്ത് കണ്ടതുകൊണ്ടാ ഞങ്ങൾ മടങ്ങി വന്ന് ശിവാനിയോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം വിനായകന് മനസ്സിലായി അല്ലേ സിജന? ഇല്ല ശിവാനി, ശിവാനി ഈ മൊബൈൽ ടവറിൻ്റെ കീഴിൽ എവിടെ ഉണ്ടെന്നുള്ള വിവരം അയാൾക്ക് ഉറപ്പാ. അതുകൊണ്ടാ അയാൾ നിന്നെ കണ്ടെത്താൻ കിണഞ്ഞ് ശ്രമിക്കുന്നത്. അയാൾ എൻ്റെ അരികിലെത്തും സിജന. ഊരിലായിരുന്നപ്പോൾ എനിക്കൊരു മനസ്സമാധാനം തരാത്ത മൃഗം അയാള്. ഞാൻ ഇതിനകത്തുണ്ടെന്നുള്ള ഉറപ്പോടെ തന്നെയാവും അയാൾ മടങ്ങിപ്പോയിട്ടുണ്ടാവുക. അങ്ങനൊരു സംശയത്തിന്റെ നിഴല് പോലും അയാളിൽ ഉണ്ടായിട്ടില്ല ശിവാനി. അയാൾ ഈ മുറ്റത്തേക്ക് കാല് കുത്തുന്നതും ഈ വാതിൽ ശക്തിയായി മുട്ടണതും ഇവിടുത്തെ പരിസരം മുഴുവൻ വീക്ഷിക്കുന്നതൊക്കെ ഞങ്ങൾ ഒരിടത്ത് നിന്ന് ഒളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അതെ ശിവാനി, ഇതൊരു ആൾവാസം ഇല്ലാത്ത വീടെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാ വിനായകൻ മടങ്ങിയത്. ഇല്ല സിജന, വിനായകൻ എന്ന ദുഷ്ടനെ നിങ്ങൾക്കറിയാഞ്ഞിട്ട. അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആ മുഖത്ത് പ്രകടമാവില്ല. ഉള്ളിലൊന്നും പുറത്തു മറ്റൊന്നുമാ കാണിക്കാം. എന്റെ ശിവണ്ണൻ പോലും അയാളെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള കാര്യം ശിവണ്ണനോട് ഒരിക്കൽ പോലും അയാൾ പറഞ്ഞിട്ടില്ല. ശിവണ്ണൻ പോലും അറിയാതെ അയാൾ വെച്ച് നീട്ടിയ സർവ്വ സുഖങ്ങളിലും വീണു പോയതാ ശിവണ്ണൻ. ഒടുക്കം ശിവണ്ണന്റെ മുന്നിൽ മറ്റൊരു മനുഷ്യനായിട്ട് അയാൾ മാറിയത്. എനിക്ക് വേണ്ടിയായിരുന്നു സിജണ്ണ അയാളുടെ ആ മാറ്റം. അയാൾ എന്നെയും കൊണ്ടേ പോകുന്നു കണ്ട ആ നിമിഷം ഞാൻ എന്റെ ജീവൻ ഒടുക്കും. മോളെ ശിവാനി, നീ ഇങ്ങനെ അരുന്നത്തൊന്നും പറയരുത്, ചിന്തിക്കരുത്. അയാൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ബായി ഞാനും ഇവിടെ അങ്ങനെ പച്ചയ്ക്ക് നിൽക്കുമ്പം ശിവാനി ഭയക്കുന്നത് പോലെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല.
ഊരിലായിരുന്നപ്പം അയാള് ശിവാനിയെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ടാവും. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഒരു പെണ്ണ് തനിച്ചു കഴിയുമ്പോൾ അവിടെന്നല്ല എവിടെയായാലും ചില തെമ്മാടികൾ ദുരുദ്ദേശത്തോടെ ഇറങ്ങിത്തിരിക്കും. ഇവിടെ ശിവാനി അങ്ങനെയല്ല. അതെ മോളെ, ഇവിടെ ശിവാനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഞാനുണ്ട്. ഈ പിച്ചളയുണ്ട്. ശിവാനിയെ കൊണ്ടേ മടങ്ങൂ എന്നുള്ള ദുരുദ്ദേശത്തോടെയാണ് വിനായകൻ ഈ നാട്ടിലെത്തിയെങ്കിൽ അത് അയാളുടെ നാശത്തിനാ. ആരെയും ഭയക്കാതെ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ജീവിക്കാൻ കഴിയണം. ബായി ഒറ്റയ്ക്കല്ല, ബായിക്കൊപ്പം എന്തിനും ഞാനും ഉണ്ടാവും. എൻ്റെ അനിയത്തിക്കുട്ടിയുടെ ഈ കഴുത്തിലേക്ക് പിച്ചളയുടെ കൈകൊണ്ട് ഒരു താലിമാല വീഴുന്നതോടെ വിനായകൻ്റെ ഈ വിവരക്കേട് അവസാനിക്കും. എല്ലാ ഭീഷണിയും മടക്കി വെച്ച് അവൻ വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോക്കോളും. സിജന, ഇനി ഞങ്ങളല്ലാതെ മറ്റാരും ഈ വാതിൽ തട്ടാനോ മുട്ടാനോ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായാൽ ഫോണല്ലേ കയ്യിലിരിക്കുന്നത്, എടുത്തൊന്ന് വിളിച്ചാൽ പോരെ? എനിക്കിവിടെ ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും പിച്ചള ഇവിടെ എത്തും, അല്ലേ പിച്ചളെ? അതെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അതെ, ഒരു പേടിയും വേണ്ട കേട്ടോ. പിച്ചള. അല്ല ഭായി, കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു കുരുക്ക് ഇങ്ങനെ മുറുകി വരികയാണല്ലോ. അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കണ്ടേ? എന്ത് മറ്റു കാര്യങ്ങൾ? അത് കല്യാണത്തിന്റെ ചെലവും മറ്റും. ആർഭാടൊന്നും അല്ലെങ്കിലും അതിൻ്റെതായ ചെലവുണ്ടാവുമല്ലോ. ഭായിക്ക് അറിയാലോ എന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന്. എന്റെ പിച്ചളെ, ആര് പറഞ്ഞു ഒന്നുമില്ലാന്ന്? കറപുരളാത്തൊരു മനസ്സില്ലേ? എടുത്താലും എടുത്താലും തീരാത്തത്ര സ്നേഹമല്ലേ ഈ നെഞ്ചിനകത്ത്? അത് മതിയോ ഭായ് കല്യാണത്തിന്? കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പെണ്ണിന് അത് ധാരാളം മതി. പിന്നെ കല്യാണ ചെലവ്. വയലോര വീട്ടുകാർ കൂടെ നിൽക്കിയല്ല പിച്ചളെ, പിന്നെന്തിനാ പേടിക്കുന്നേ? അത് തന്നെയാ ഭായ് എന്റെ പേടി. ശിവയുടെ അനിയത്തിയാണ് ശിവാനി എന്ന് അറിയുമ്പം വയലോരം വീട്ടിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുന്നു ബായ് ചിന്തിച്ചിട്ടുണ്ടോ? പിച്ചളെ, സഹോദരൻ വലിയ തെമ്മാടിയായി പോയതിന് ശിവാനി എന്ത് പഴിച്ചു? ശിവാനിയോട് ക്ഷമിക്കാൻ കഴിയുന്ന മനസ്സുള്ള ഒരാള് പോലും വയലോരം വീട്ടിലില്ലല്ലോ ബായ്. ആ സ്ഥിതിക്ക് നാളെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ, അതല്ല ശിവാനിയുടെ നാവെന്ന് അറിയാതെ വീണിട്ടോ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്ന വയലോരം വീട്ടിൽ നമ്മൾ കുറ്റക്കാരാവില്ല ബായ്. ഞാൻ കാരണം ബായ് അങ്ങനൊരു സാഹസത്തിന് ഇറങ്ങിത്തിരിക്കണോ? എന്റെ പിച്ചളെ, പിച്ചള വിവാഹിതനാകണമെന്ന് എന്നെക്കാളും ആഗ്രഹിക്കുന്നത് വയലോരം വീട്ടിലുള്ളവരാ. എന്റെ കുട്ടുവിനെ സന്തോഷിപ്പിക്കാൻ ഇതിലും വലിയൊരു സമ്മാനം കൊടുക്കാനുണ്ടോ? നല്ല പുത്തൻ കോടിയൊക്കെ കൊടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കയ്യിലൊരു കൈലേസും പിടിച്ച് ഒരു നവവരനായി ഒന്ന് നിന്ന് തന്നാ മതി കേട്ടോ. ഏത് ആചാരപ്രകാരമുള്ള കല്യാണത്തിനും ഞാൻ തയ്യാറാണ് ബായ്. കുട്ടിമണി പെങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മൈസൂർ കല്യാണത്തിന്റെ മാതൃക വേണോ? അതിന് ഞാൻ തയ്യാറാ. പക്ഷേ സീതേടത്തിയോ ബാലേട്ടനോ ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെ കുറിച്ച് വിശദമായി എന്തെങ്കിലും അറിയാൻ ശ്രമിച്ച, അങ്ങനൊരു ചോദ്യം ഉണ്ടായ ആ കടമ്പ കിടക്കാനുള്ള കെട്ടുകഥ മുമ്പേ തന്നെ നമ്മൾ വയലോരം വീട്ടിൽ പറഞ്ഞിട്ടില്ലേ പിച്ചളെ? എന്ത് കഥ? പിച്ചള അത് മറന്നോ? പിച്ചള ഒരു പാവം പിടിച്ച പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലാണെന്നും പിച്ചള വിളിച്ചാൽ ഏത് നേരത്തും അവൾ ഒപ്പം ഇറങ്ങി വരാൻ തയ്യാറാണെന്നൊക്കെ ഒരു കഥ പറഞ്ഞു വച്ചിട്ടില്ലേ നമ്മള്? ആ വയലോരത്തുള്ളവരെ നമ്മളത് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ഏത്? ആ പെൺകുട്ടി തന്നെയാണ് ശിവാനി എന്ന എന്റെ അനിയത്തിക്കുട്ടിന്ന്. അവര് വിശ്വസിക്കോ ബായ്? അവര് വിശ്വസിക്കും എന്റെ പിച്ചളെ. സർവാഭരണങ്ങളോടും കൂടിയ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന ഒരു വധുവിനെ ആയിരിക്കും വയലോരം വീട്ടുകാർ പിച്ചളയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുക. അങ്ങനെ പൊന്നും വെഞ്ചാമരും ആർഭാടൊന്നും വേണ്ട ബായ്. ഒരു പണത്തൂക്കം താലി അതൊരു മഞ്ഞ ചരടിൽ കോർത്ത് ശിവാനിയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് ചാർത്തി കൊടുക്കണം. പിന്നെ നെറുകയിലൊരു സിന്ദൂര രേഖയും, പിന്നെ വട്ടം കൂടിയിരുന്നൊരു ചെറിയ സദ്യ. അതോടെ കഴിഞ്ഞു ബായ്.
പിച്ചളയുടെ മനസ്സിലെ ആർഭാട വിവാഹം. പിച്ചളെ, ഇതൊന്നും എന്റെ കുട്ട് കേക്കരുത്. പിച്ചളയുടെ ചെവി പിടിച്ച് മാനം കാണിക്കും അവള്. ഈ കുട്ടിമണി പെങ്ങളുടെ ഒരു കാര്യം. വയലോരം വീട്ടിലെ ഒരു അംഗത്തിന്റെ കല്യാണം എത്ര ആർഭാടമായി നടന്നിട്ടുണ്ടോ? അതിലൊരു കുറവുമില്ലാതെ ഈ കല്യാണവും ഞങ്ങൾ നടത്തും. എന്താ പിച്ചളയ്ക്ക് സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയമില്ലേ. സംശയം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു അനാഥ പെൺകുട്ടിയായി വയലോരം വീട്ടുകാരുടെ മുന്നിൽ വേഷം കെട്ടാൻ ബായിയുടെ അനിയത്തിക്കുട്ടി തയ്യാറാവൂ? അത് പിന്നെ പിച്ചളെ, എന്റെ അനിയത്തിക്കുട്ടിയുടെ കാര്യമില്ലേ? ഈ സിജണ്ണം പറഞ്ഞ ശിവാനി കേക്കും. ഉറപ്പാണോ ബായ്? ബായ് തീരുമാനിക്കുന്നതിനപ്പുറം ഒരു ചുവട് മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ പിച്ചളയ്ക്കാവില്ല. പിച്ചളെ, വയലോരം വീട്ടിലുള്ളവരുടെ സഹായ സഹകരണങ്ങളോടെ വേണം ഈ കല്യാണം ആർഭാടപൂർണമായി നടക്കാൻ. കയ്യിൽ നയാ പൈസ ഇല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് അറിയാലോ. എനിക്കറിയാ ബായ്, എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വിവാഹം സമർപ്പിക്കുന്നു. പോരെ? ഇനിയെങ്കിലും ഒരു കാരണവശാലും വിവാഹകാര്യത്തിന് എന്തെങ്കിലും കുറവ് നേരിട്ടാൽ പിച്ചള പേടിക്കണ്ട. ഒളിപ്പിച്ചു വെച്ച ആ 2 ലക്ഷം രൂപയുണ്ടല്ലോ, അത് നമുക്കെടുത്ത് ചിലവാക്കുന്നേ. അത് വേണ്ട ബായ്, ആ കാശ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൽ നിന്നൊരു നോട്ട് പോലും വലിച്ച് പുറത്തിറക്കരുത്. അത് നമുക്ക് അപകടം. പോലീസിന് നിയമത്തിന് മുന്നിൽ ആ 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടവരാ നമ്മൾ. അത് തിരികെ കിട്ടിയിട്ടും നമ്മളത് സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ വിവരം പോലീസിന്റെ ചെവിയിലെത്തിയ പോലീസിനെയും നിയമത്തിനെയും കബളിപ്പിച്ചെന്ന പേരിൽ നമ്മൾ കുറ്റക്കാരാവും. അതിലുപരി വീട്ടുകാർക്ക് മുന്നിലും. ആ പണം ഭദ്രമായി അവിടെ ഇരിക്കട്ടെ ബായ്. അത് ഭദ്രമായിട്ട് തന്നെ ഇരിക്കുക വെച്ചളെ. വയലോരം വീട്ടിൽ തന്നെ ആരുടെയും കണ്ണിപ്പെടാത്ത വിധം ഞാൻ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഉറപ്പാണല്ലോ ബായ്? ഉറപ്പ്. എന്തൊക്കെയാ ഇത്? കുട്ടിമണിയുടെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കയില്ലേ, അതിന്റെ കൂടെ ഇരിക്കട്ടെ ഇതൊക്കെ. കൃഷിയിലൊന്നും ഒരാൾക്കും താല്പര്യമില്ല. കുട്ടിമണിയാണ് പിൻഗാമി എന്ന് പറഞ്ഞാൽ വല്യണ്ണൻ ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞത് നേരല്ലേ? പറമ്പിൽ ധാരാളം സ്ഥലം ഉണ്ടെങ്കിലും ആരെങ്കിലും ചീര പോലും നടന്നുണ്ടോ? ഇല്ല. എന്നാൽ ആ ഗുണം കുട്ടിമണിക്കുണ്ട്. പച്ചക്കറി എന്ന് പറയുമ്പോൾ കുട്ടിമണിയിലുണ്ടാകുന്ന തിളക്കം ഞാൻ ശ്രദ്ധിച്ചതാ. വെറുതെ നശിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇതൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് കരുതി. ഇതൊക്കെ കാണുമ്പോ കുട്ടിമണിക്ക് ശരിക്കും സന്തോഷാവും അമ്മാമ്മേ. ആ, എവിടെ കുട്ടിമണി? കുഞ്ഞിമണിയും കുട്ടാപ്പൂനെയും കളിപ്പിച്ചോണ്ടിരിക്കുക. വരജേ, നീ ഇതൊക്കെ എടുത്ത് അകത്തോട്ട് വെക്ക്. അതെ, ഈ വിളക്ക് കത്തിച്ചില്ല കുഴപ്പമുണ്ടോ? വിളക്കില്ലെങ്കിൽ കുഴപ്പമുണ്ടോന്നോ? ഇപ്പൊ എന്തിനാ മോളെ വിളക്ക്? ചോറൂണ് കൊടുക്കാൻ. ചോറൂണ് കൊടുക്കാനോ? അതെ, ഈ ചോറൂണ് കൊടുക്കുമ്പോ മുന്നിൽ വിളക്ക് കത്തിച്ച് വെക്കണ്ടേ? ഞാനതങ്ങ് മറന്നുപോയി. ചോറൂണ് കൊടുത്ത് കഴിഞ്ഞപ്പോഴാ ഓർത്തെ. അല്ല, അതിനെന്തായാലും കുഴപ്പമുണ്ടാവോ? കുട്ടിമണി ആർക്ക് ചോറ് എടുത്ത കാര്യം പറയുന്നേ? നമ്മുടെ കുഞ്ഞുമണിക്കും കുട്ടാപ്പോനും. അയ്യോ ഈശ്വരാ, കുഞ്ഞുമണിക്കും കുട്ടാപ്പോനും ചോറൂണ് കൊടുത്തോണ്ടിരിക്കല്ലേ ഞാൻ. രണ്ടാളും ശരിക്കും തിന്നുന്നുണ്ട്. വാ, വന്ന് കാണും. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അയ്യോ, അതെ, ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമില്ലല്ലോ നിങ്ങക്ക്. ശരിക്കും കാണ് അല്ലേ? എന്ത് പണിയെ കുട്ടിമണിയെ കാണിച്ചത്? ഇങ്ങനെയാണോ ചോറൂണ് കൊടുക്കുന്നത്? എല്ലാം തുറഞ്ഞു. ഇതൊരു ശാപമായി മാറുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണാവോ ഉണ്ടാവുക? പകതിരിവ് വന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോ വീണ്ടും പഴയ പണി വന്നോ? പൊക്കോളാം എന്റെ മുമ്പിൽ നിന്ന്. അപ്പച്ചമ്മയല്ലേ പറഞ്ഞത് ചോറൂണ് ഇവിടെ തന്നെ നടത്തിയാ മതിയെന്ന്? അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചപ്പോ അമ്മ സമ്മതം തന്നു. അമ്മ പറഞ്ഞിട്ടാ ഞാൻ ചോറൂണ് കൊടുത്തേ. പിന്നെ ശാരദ വന്ന് പറയുന്നു
തലയ്ക്ക് സുഖമല്ലാത്തവരൊന്നും അല്ലല്ലോ അവര്. ഇവിടെ തന്നെ ചോറൂണ് നടത്തിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാണിക്കാനൊന്നുമല്ല. ഇതിനാണോ ഇത്രയും നാളും കാത്തിരുന്നത്? കുട്ടാപ്പൂനെ എടുത്തോണ്ട് പോകുമ്പോ നീ ശ്രദ്ധിച്ചില്ല സീത ഇതൊന്നും? രണ്ടാളെയും കളിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടാ കുട്ടാപ്പൂനെയും കുഞ്ഞുമണിയും എടുത്തോണ്ട് പോയത്. അതിങ്ങനെ ഒരു കെടുതി ഒപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ കരുതിയ ഈശ്വര. വല്ലാത്തൊരു ചതിയാണല്ലോ കുട്ടിമണി നീ ചെയ്തു വെച്ചത്. നിനക്ക് എന്താ പറ്റിയത്? എന്തു പറ്റാൻ, ഭ്രാന്ത് തന്നെ. ഓരോന്ന് കാണിച്ചു വെച്ചിട്ടൊന്ന് മോങ്ങുന്നോ? നശിപ്പിച്ചില്ലേ ഒക്കെ? പോ. തല്ലി വളർത്താത്തതിന്റെ കേടാ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ. അത്ഭുതങ്ങൾ കാണിച്ച ആളാണത്രേ. കാണിച്ചു വെച്ച മഹാത്ഭുതം കണ്ടപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഇനി എന്ത് കാണാനാ ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാം കഴിഞ്ഞു. വാ. അമ്മമ്മേ, അമ്മേ, അയ്യോ, അമ്മേ. ഇറങ്ങി പോയത് കണ്ടോ? ഐശ്വര്യക്കേടാണിത്. പോ നീയും. അയ്യോ. അടിക്കണ്ടായിരുന്നു അപ്പച്ചിയമ്മേ. പൂക്കോട്ടി പറഞ്ഞത് കേട്ടില്ലേ നീ? തല്ലി വളർത്താത്തതിന്റെ കേടാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റമാണെന്നല്ലേ? ഒന്ന് നുള്ളി നോവിക്ക പോലും ചെയ്യാതെ വളർത്തി, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കുകയെന്ന് വെച്ചാ ഇനിയിപ്പോ എന്താ ചെയ്യാ അപ്പച്ചിയമ്മേ? എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാൻ? എന്റെ ഉടലാകെ വിറക്കിയാണ്. എത്ര സന്തോഷത്തിലിരിക്കായിരുന്നു എല്ലാവരും. ഒരു നിമിഷം കൊണ്ടല്ലേ എല്ലാം ഇല്ലാതായത്. കുട്ടിമണിക്ക് വേണ്ടി വിത്തും മറ്റുമായി വന്നതല്ലേ അമ്മാമ്മയും അമ്മയും. കുട്ടിമണിയെ വാനോളം പുകഴ്ത്തിയ നാവ് കൊണ്ട് തന്നെ ശപിച്ചിട്ടിറങ്ങിപ്പോയി അമ്മാമ്മ. അത് വേറൊരു സങ്കടം. ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അവർക്കതിന്റെ അവകാശമുണ്ട്. കുട്ടിമണി കാണിച്ചത് അഹമ്മദിയാ. ചോറൂണിന് ആദ്യം നല്ലൊരു ദിവസം കുറിച്ചത് മാറിയപ്പോഴേ എനിക്ക് കല്ലുകടി തോന്നിയതാ. അതിപ്പോ ഇങ്ങനെ വന്ന് ഭവിച്ചു. ഇനിയിപ്പോ ബാലേട്ടൻ അറിയുമ്പോ എന്താവും സ്ഥിതി? ബാലന് സഹിക്കാൻ പറ്റുമോ ഇത്? നമ്മളോടൊന്നും അധികം പറയുന്നില്ലെന്നേ ഉള്ളു. ബാലന്റെ മനസ്സിൽ മുഴുവൻ ചോറൂണിന്റെ കണക്കുകൂട്ടലുകളാ. ചോറൂണിനെ കുറിച്ച് കുട്ടിമണി വന്ന് ചോദിച്ചപ്പോ ഇവിടെ തന്നെ നല്ല രീതിയിൽ നടത്താന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനാണ് അപ്പച്ചിയമ്മ പറഞ്ഞില്ലേ ചോറൂണ് ഇവിടെ നടത്തിക്കൊള്ളാൻ എന്നവള് പറഞ്ഞത്. കുട്ടിമണിക്ക് നല്ല വിഷമായി കാണും. കുറച്ച് വിഷമിക്കട്ടെ. ചെയ്ത തെറ്റിന്റെ വലിപ്പം അറിയാൻ അത് ഗുണം ചെയ്യും. അടങ്ങി കോച്ച. ആളെനക്കൊന്നുമില്ലല്ലോ. ഇവരെല്ലാം കൂടി എവിടെ പോയി? എന്താ പച്ചമ്മേ ഇവിടെ മൊത്തത്തിലൊരു മൂകത? ഈ വീടിപ്പോ ഒരു മരണ വീട് പോലെ ആയില്ലേ? അപ്പൊ പിന്നെ മൂകതയല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? എന്താ പച്ചമ്മേ, എന്താ സംഭവിച്ചത്? കുട്ടുവല്ലതും? ആ അതെ, കുട്ടിമണി തന്നെ. കുട്ടിമണി തന്നിഷ്ടപ്രകാരം ചോറൂണ് നടത്തി. അയ്യോ. അതെ സിജ, കുട്ടാപ്പൂനെയും കുഞ്ഞുമണിയെയും ഇവിടെ ഇരുത്തി കുട്ടിമണി ചോറ് കൊടുത്തു. ഇവിടെ വെച്ച് നല്ല രീതിയിൽ ചോറൂണ് നടത്താമെന്ന് പറഞ്ഞവളാ ഞാൻ. പറഞ്ഞിട്ട് അധികമൊന്നും ആയില്ല. അതിനുള്ളിലായി ഇത് ഒപ്പിച്ചു വെച്ചത്. ഞാൻ പറഞ്ഞതൊന്ന്, അവള് കേട്ടത് വേറൊന്ന്. നന്നാവില്ല അവള്. ഇവിടെ പച്ചക്കറി കൃഷിക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ട് അമ്മാമ്മയും അമ്മയും വന്നിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുമ്പോഴാ കുട്ടിമണി വന്ന് ഈ കാര്യം പറയുന്നത്. ആദ്യം തമാശയാണെന്നാ ഞാൻ കരുതിയെ. ചെന്ന് നോക്കിയപ്പോഴല്ലേ ഞെട്ടിപ്പോയത്. എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അമ്മാമ്മ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. ഒപ്പം അമ്മയും. കുട്ടിമണിക്ക് ഇപ്പോഴും ചെയ്തതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല സിജ. എന്നിട്ട് കുട്ടു എവിടെ? കരഞ്ഞു പിണങ്ങി മുറിയിലേക്ക് പോയിട്ടുണ്ട്. കുട്ടു
കുഞ്ഞുമണിക്കും കുട്ടാപ്പൂനും ചോറ് കൊടുത്തേന് എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞു മനസ്സിലാ. അപ്പച്ചമ്മനെ അടിക്കുകയും ചെയ്തു. സാരമില്ല കുട്ടു, പോട്ടെ. നമ്മുടെ അപ്പച്ചമ്മയല്ലേ. കുഞ്ഞുമണിക്കും കുട്ടാപ്പൂനും ഞാൻ ചോറ് കൊടുത്തത് തെറ്റാണോ മനസ്സിലാ? അതിൽ തെറ്റൊന്നുമില്ല കുട്ടു. പിന്നെ എന്തിനാ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞ് അപ്പച്ചമ്മ അടിച്ചേ? അത് പിന്നെ ഇവിടെ ആരും ദൂരത്തേക്ക് പോകാൻ പാടില്ല എന്നല്ലേ പറഞ്ഞ്. അപ്പൊ അപ്പച്ചമ്മയോട് ചോദിച്ചപ്പോ ഇവിടെ തന്നെ ചോറൂണ് നടത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് ചോറൂണ് നടത്താതെ നീട്ടി കൊണ്ടുപോയപ്പോഴാ ഞാൻ ചോറൂണ് നടത്തിയത്. അറിയോ? ചോറ് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുമണിയും കുട്ടാപ്പവും വളരുവോ? ചെറുപ്പത്തിൽ നല്ല നല്ല ഭക്ഷണമൊക്കെ തിന്നാൻ കൊടുക്കണമെന്നും നല്ല എരിവും പുളിയൊക്കെ കൊടുക്കണമെന്ന് ലൈല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഞ്ഞുമണി ചിലപ്പോ എന്നെ പോലെ ആയാലോ. കുട്ടു കാണിച്ചത് തന്നെയാ ശരി. പക്ഷെ അതിന്റെ രീതി ശരിയായില്ല, അതേ കുഴപ്പമുള്ളൂ. കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ച് തന്നെയാ വളരേണ്ടത്. ആ നിലയ്ക്ക് കുട്ടിമണി ചിന്തിച്ചതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ അത് ഇങ്ങനെ കാണിച്ചതിലാണ് എല്ലാവർക്കും വിഷമമായത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ കുട്ടിമണിക്ക്? അത് എല്ലാരെയും ഞെട്ടിക്കാൻ വേണ്ടി പറയാതിരുന്നു. ആ അതല്ലേ മോശമായത്. കുട്ടിമണി ഇക്കാര്യം പറഞ്ഞ് എല്ലാവരെയും കൂട്ടിയിരുന്നെങ്കിൽ എല്ലാവർക്കും എന്ത് സന്തോഷമാവുമായിരുന്നു. അതേ കുട്ടു, കുഞ്ഞുമനുടെയും കുട്ടാപ്പൂന്റെയും ചോറൂണ് എല്ലാവരുടെയും ഉള്ളിലുള്ള കാര്യമാണ്. അതിനായി കാത്തിരിക്കുക എല്ലാവരും. അപ്പോ കുട്ടു ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്താൽ വിഷമാവില്ല എല്ലാവർക്കും. ദേഷ്യവും വരും. അങ്ങനെ ദേഷ്യം വന്നിട്ടാ അപ്പച്ചമ്മ വഴക്ക് പറഞ്ഞത്. കുട്ടിമണിയോട് പറയാതെ ചോറൂണ് നടത്തിയ കുട്ടിമണിക്ക് ദേഷ്യം വരില്ലേ? അത് വരും. ആ അങ്ങനെയാണ് എല്ലാവരുടെയും കാര്യം. മനസ്സിലായോ? പിന്നെ ദേഷ്യപ്പെട്ട് പറഞ്ഞതിലൊക്കെ അപ്പച്ചമ്മയ്ക്ക് ഇപ്പൊ വിഷമമുണ്ട്. കുട്ടൂനിപ്പോ തെറ്റ് മനസ്സിലായില്ലേ? എന്നാ വാ, നമുക്ക് പോയി അപ്പച്ചമ്മയുടെ വിഷമം മാറ്റാം. വാ, നല്ല കുട്ടുമല്ലേ, വാ. അപ്പച്ചമ്മേ, കുട്ടൂന് മനസ്സിലായ അപ്പച്ചമ്മേ ചെയ്തത് തെറ്റാണെന്ന്. ഒന്നാലോചിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തും ചെറിയ പാളിച്ചയുണ്ട്. കുട്ടാപ്പൂന്റെയും കുഞ്ഞുമണിയുടെയും ചോറൂണ് നടത്തുന്ന കാര്യത്തിൽ ആദ്യം കാണിച്ച ഉത്സാഹം പിന്നീട് ഇവിടെ ആരും കാണിച്ചില്ല. ദിവസം മാറിയതോടെ ഇവിടെ വെച്ച് നടത്താന്നും പറഞ്ഞ് അവിടെ നിർത്തി. ഉദ്ദേശം നല്ലതായതുകൊണ്ട് പൊറുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പച്ചമ്മ. പിന്നീട് ആലോചിച്ചപ്പോ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ഇങ്ങനെ നടക്കണമെന്നാവും യോഗം. അതിനെ മാറ്റാനാവില്ലല്ലോ. എല്ലാം നല്ലതിനാണെന്ന് കരുതാം. പൈസ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ജോത്സ്യനെ വരുത്തിയതും പിന്നെ ദൂരയാത്ര പാടില്ല എന്ന് പറഞ്ഞ് ഗുരുവായൂരിൽ നടത്താനിരുന്ന ചോറൂണ് മാറ്റിയതും ഇവിടെ തന്നെ നടത്താമെന്ന് നിശ്ചയിച്ചതൊക്കെ ഇങ്ങനെ വന്ന് ഭവിക്കാനായിരിക്കും. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മനസ്സിലൊന്നും വെച്ചേക്കരുതാരും. അപ്പച്ചമ്മ എന്നെ അടിച്ചില്ലേ, അതെന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ പറയല്ലേ മോളെ. പൂക്കോടി എന്റെ കുട്ടിയെ വല്ലാതെ അങ്ങ് മോശമാക്കി പറയുകയും ശവിക്കുകയും ചെയ്തപ്പോ എനിക്ക് സഹിച്ചില്ല. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അങ്ങനെ അടിച്ചു പോയതാ മോളെ. നമ്മുടെ മക്കളെ നമുക്ക് വഴക്കു പറയാം, ശാസിക്കാം. മറ്റുള്ളവര് പറയുമ്പം എനിക്ക് സഹിക്കില്ല. എനിക്കെന്നല്ല, ഏതൊരമ്മമാർക്ക് സ്വന്തം മക്കളെ കൺമുമ്പിൽ വെച്ച് മറ്റുള്ളവർ ശവിച്ചു പറയുന്നത് സഹിക്കാനാവില്ല. വേദനിച്ചു എന്റെ കുട്ടിക്ക്. അപ്പച്ചമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാ. എന്റെ കുട്ടി ക്ഷമിച്ചേക്ക്. ഞാൻ നിന്നെ അടിച്ചപ്പം നൊന്തത് എന്റെ മനസ്സാണ്.
എന്റെ ഉള്ളിലെ സങ്കടങ്ങളാണ് വഴക്കായി പുറത്തു വന്നത്. അതെല്ലാം മനസ്സിൽ നിന്ന് കളയണം, അല്ലെങ്കിൽ അപ്പച്ചമ്മയ്ക്ക് ഒരു സമാധാനവും കിട്ടില്ല. കുട്ടുവിന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ലല്ലോ, എല്ലാം പോയില്ലേ? ഇനി ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങളൊന്നും കാണിക്കില്ല എന്റെ കുട്ടു, അല്ലേ? അതെ, ഇതിനെ കുറിച്ചുള്ള സംസാരമൊന്നും ഇനി ഇവിടെ വേണ്ട. ബാലൻ വരുമ്പോ ബാലേട്ടനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചോളാം അപ്പച്ചി. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പിച്ചളയുടെ കല്യാണം ആ പിച്ചളുടെ സഹായം വേണ്ടി വരും. ഇവിടെ കൊറേ വാഴക്കന്നും ചേനയും ചേമ്പും എന്ന് വേണ്ട ഒരു വണ്ടി നിറയെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുക വനജയും പൂക്കും ഇവിടെ പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടി. അതല്ല അപ്പച്ചമ്മേ, ഈ പിച്ചളുടെ കല്യാണേ അത് ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അവരിതൊക്കെ കൊണ്ടുവന്നതേ കുട്ടിമണിക്ക് വേണ്ടിയാ. അതെ അതെ, പച്ചക്കറി കൃഷിയൊക്കെ വളർന്ന് പന്തലിച്ച പിന്നെ കുട്ടിമണി വലിയ മുതലാളിയാവില്ലേ? ആളാകെ മാറും. കടയിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്, അല്ലേ കുട്ടിമണി? എല്ലാം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല കേട്ടോ, നിങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാവണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ മോളെ? എല്ലാരും ഉണ്ട് മോളുടെ കൂടെ. പച്ചക്കറി കച്ചവടത്തിൽ കുറെയൊക്കെ പരിചയമുള്ള പിച്ചളയും ഉണ്ടാവും. അതെ, ചോറൂണിന്റെ കാര്യം ആരും മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. എനിക്ക് മനസ്സിലാവുന്നില്ല, ദൈവം എന്തിനാ നമ്മളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാ മനസ്സിലെ കട്ടിയില്ലാത്തവരെ കൂട്ട ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. അയ്യോ ബാലേട്ടാ, എന്തുപറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ പച്ചക്കറി കട അത് നടക്കില്ല. പച്ചക്കറി കട നടക്കില്ലെന്നോ? എന്താ ബാലേട്ടാ ഈ പറയുന്നേ? എന്താ മോനെ, എന്താ പറ്റിയത്? നമ്മൾ തുടങ്ങാൻ പോകുന്ന പച്ചക്കറി കടയുടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു പച്ചക്കറി ഹോൾസെയിലർ വരാൻ പോകുന്നത്. അതിന്റെ പണിയും തുടങ്ങി. അവിടെ വലിയ വിലക്കുറവിലാണ് അത്ര പച്ചക്കറിയൊക്കെ വിൽക്കാൻ പോകുന്നത്. പിന്നെ എന്തൊക്കെയോ ഓഫറുകളും ഉണ്ട്. അങ്ങനെ ഒരു ഹോൾസെയിലർ ഇവിടെ വന്നാൽ പിന്നെ നമ്മളവിടെ കട തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എല്ലാം പോയി അല്ലേ? ദാ ഇപ്പൊ കൂടി പറഞ്ഞു വെച്ചതേ ഉള്ളൂ പച്ചക്കറി കടയെ കുറിച്ച്. എന്റെ ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അതിന് തടസ്സങ്ങൾ വരുവാണല്ലോ. ആദ്യം ലോൺ കിട്ടൂല എന്ന് പറഞ്ഞു. ലോൺ കിട്ടിയപ്പോ ആ പൈസ ആരോ കൊണ്ടുപോയി. ഇപ്പൊ പച്ചക്കറി കട തന്നെ ഇല്ലാണ്ടായി. ഞാൻ ശരിയല്ല, അതാ ഇങ്ങനെ. മതിയായി, ഇനി ഞാൻ ഒന്നിനുമില്ല. മതിയായി എനിക്ക്. ബാലേട്ടാ, നമ്മൾ തുടങ്ങാൻ പോകുന്ന കടയുടെ മുമ്പിൽ തന്നെ അങ്ങനെ ഒരു ഹോൾസെയിൽ കട വരണമെങ്കിൽ ഇതിലെന്തൊരു കളിയില്ലേ? ആരാ ബാലേട്ടാ അതിന് പിന്നിൽ? ഒരു വിനായകന്റെ പേരാ പറഞ്ഞു കേട്ടത്. വിനായകനോ? അന്ന് സിജനെ ചോദിച്ച് ഇവിടെ വന്ന ആ വിനായകൻ തന്നെയാണോ? ആകാനാ സാധ്യത. കൊടും ചതിയെന്നല്ലാതെ ഇതിനെ പിന്നെ എന്താ പറയുക? ജീവിക്കാൻ വേണ്ടി തുടങ്ങാനിരുന്ന പച്ചക്കറി കടയാ. അതിന്റെ നെഞ്ചത്ത് തന്നെ വേണോ അയാൾക്ക് മൊത്തക്കച്ചവടം തുടങ്ങാൻ? ആ പാവം മനസ്സിന് ആകെ തകർന്നിട്ടുണ്ടാവും. വില കുറച്ചും പാതി വിലയ്ക്കും പോരാത്തതിന് ഓഫറും നൽകിയ ആൾക്കാരങ്ങോട്ടല്ലേ പോകൂ. ഹോ, വല്ലാത്തൊരു വയറ്റത്തടിയായിപ്പോയി. ആര് ചോദിച്ച കാര്യമാണ് ഈ പറയുന്നേ? എന്റെ പതിവ് ചായ ഞാൻ പോരട്ടെ. ആദ്യം ഒരു കാര്യം അറിയണം, എന്നിട്ടേ ചായ എടുക്കുന്നുള്ളൂ. എന്തോ കാര്യമാ? മെമ്പറും കൂടെ അറിഞ്ഞിട്ടുള്ള പണിയാണോ ഇത്? ഏത് പണിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? മെമ്പറുടെ ആളല്ലേ ആ വിനായകൻ? അയാൾ മനസ്സിജൻ തുടങ്ങാൻ പോകുന്ന പച്ചക്കറി കടയ്ക്ക് നേരെ മുന്നിൽ പച്ചക്കറിയുടെ മൊത്തക്കച്ചവടം തുടങ്ങാൻ പോകുന്ന കാര്യം. ആ, അതായിരുന്നോ? അയ്യോ, അതൊരു നല്ല കാര്യമില്ലയോ?
മെമ്പർ അയാൾക്ക് സപ്പോർട്ടാണല്ലേ? ഒരാളുടെ കഞ്ഞിൽ മണ്ണ് വാരിയിട്ടിട്ടാണോ അയാൾക്ക് അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ? വേറെ എത്ര സ്ഥലങ്ങളുണ്ട്? എന്റെ പൊന്നെ, നിങ്ങളിങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നതാണ് കുഴപ്പം. ഇതിനെയൊക്കെ ഈ നാടിന്റെ വികസനമായിട്ട് കാണണം. ഇതിനാ ഞങ്ങൾക്ക് അങ്ങനെ കാണാനൊക്കില്ല. മെമ്പർ കാര്യമായിട്ട് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. സത്യമായിട്ട് അതിന്റെ പേരിൽ ഒരു നയാ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടാതെയാണോ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ മെമ്പർ അല്ലാതെ വേറൊരൊറ്റയാളും ഇതിനെ അംഗീകരിക്കില്ല. ആ വരത്തൻ ഒരു നാൾ തിരിച്ചങ്ങ് പോകും. പിന്നെ ഈ നാട്ടുകാരെ കാണൂ, അത് മറക്കണ്ട. അതിപ്പോ ഞാൻ എന്താ വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊന്ന് ഒത്തുതീർപ്പാക്കണം. ആ വിനായകൻ കാണിച്ചത് മനുഷ്യത്വത്തിന് നിരക്കാത്തതാ. ഒരു കുടുംബത്തെ ആകെ അയാൾ കണ്ണീര് കുടിപ്പിച്ചത്. സൂപ്പർ മാർക്കറ്റ് പദ്ധതിയിൽ നിന്ന് വിനായകനെ പിന്തിരിപ്പിക്കണം. അതെ, മെമ്പർ വിചാരിച്ചാൽ അത് നടക്കും. അയാളും മെമ്പറും തമ്മിൽ നല്ല കൂട്ടാണല്ലോ. ഇക്കാര്യത്തിൽ ഇടപെടാൻ മെമ്പർ അല്ലാതെ വേറെ ആരുമില്ല. പറഞ്ഞത് ശരിയാ. ഈ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ കഴിഞ്ഞ വേറെ ആരും ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ വിനായകൻ കേൾക്കുകയും ചെയ്യും. എന്നാ പിന്നെ നേരം കളയാതെ ആ കുന്ത്രാണ്ട് അടുത്തൊന്ന് വിളിക്കും. ഫോൺ അതെടുത്ത് വിളിക്കാനാ പറഞ്ഞത്. ബെല്ലടിക്കുന്നു. ഹലോ, ഞാനാ മെമ്പർ. എന്താ മെമ്പറെ? അതെ, നമുക്ക് ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചാലോ? ഏത് തീരുമാനം? ആ പച്ചക്കറി മൊത്തക്കച്ചവടത്തിന്റെ കാര്യമേ, ഹോൾസെയിലെ. വിനായക, അതൊന്ന് തൽക്കാലം വേണ്ടെന്ന് വെച്ചേക്ക്. ആ പാവം കഞ്ഞു കുടിച്ച് പെക്കോട്ടെന്ന്. വിനായകൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച അത് ഉറപ്പിച്ചതാ, അത് മാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മെമ്പർ തലയിടണ്ട. തലയിട്ടാലേ അത് ദോഷം ചെയ്യും. ഓ, അതിനെന്തുവാ, ഞാനത് ചെയ്തു തരാം. എന്ത് ചെയ്യാമെന്ന് ഇയാളീ പറയുന്നത്? അല്ല, അതായിക്കോട്ടെ, എല്ലാം ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ഇയാളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ശരി, എല്ലാം പറഞ്ഞ പോലെ ശരി. അതെ, വിനായക ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. എന്ത്? അതിപ്പോ പിന്മാറാന്നുള്ള കാര്യം. പിന്നെ ഈ കാര്യം ഒന്നുകൂടെ വിശദമായിട്ട് സംസാരിക്കാനേ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുക. അപ്പൊ ഞാൻ പോട്ടോ. മെമ്പറെ കൊണ്ട് ആദ്യമായിട്ടൊരു ഗുണമുണ്ടായി. ഫോണിൽ പറഞ്ഞതൊക്കെ ശരിയാ. നേരിൽ കാണുമ്പോ മലക്കം മറിയാതിരുന്നാ മതി. അമ്മേ ദേവി, എല്ലാവർക്കും നല്ലത് വരുത്തണമേ. വിനായക, ഞാൻ വിനായകനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എനിക്കറിയാം നീ എന്നെ തേടി ഇറങ്ങുമെന്ന്. അത് ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാം പിള്ളയാറപ്പൻ്റെ ഒരു ഗെയിം അല്ലേ മനസ്സിജ? വിനായക, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയോ ആൾബലമോ ഒന്നുമില്ല എനിക്ക്. മനസ്സിജ, നിന്റെ അഭിനയം ഗംഭീരമാവുന്നുണ്ട്. എന്റെ കാല് പിടിക്കണോ നിനക്ക്? പിടിച്ച് കേണപേക്ഷിക്കേ. വിനായക, ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ആ പച്ചക്കറി കട തുടങ്ങുന്നത്. കച്ചവടത്തിൽ വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ വിജയിക്കാൻ കൂടി വേണ്ടിയാ ഇങ്ങനൊരു പരീക്ഷണം. വിനായക, എൻ്റെ കുട്ടുവിൻ്റെ പ്രതീക്ഷയും സ്വപ്നമാ ആ പച്ചക്കറി കട. എനിക്കറിയാം മനസ്സിജ, നീ എൻ്റെ അടുത്ത് വന്ന് കേഴുന്നത് കുട്ടിമണിക്ക് വേണ്ടിയല്ലേ? നിന്റെ കുട്ടിമണിയുടെ സ്വപ്നം തകർന്നു എന്ന് തന്നെ കരുതിക്കും. വിനായക, ലാഭം ഉണ്ടാക്കാനോ ഒരു ഏരിയ പിടിച്ചെടുക്കാനോ വേണ്ടിയല്ല ഈ വിനായകൻ നിങ്ങളുടെ പച്ചക്കറി കടയ്ക്ക് മുന്നിൽ പച്ചക്കറിയുടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. നിന്നെ തോൽപ്പിക്കാൻ. ജീവിതത്തിലെന്നല്ല, കച്ചവടത്തിലെ വിജയം പോലും ഒരു നിമിഷത്തേക്കെങ്കിലും നീ അനുഭവിക്കാൻ പാടില്ലെന്നുള്ളൊരു വാശി എനിക്കുണ്ടായതുകൊണ്ട് മാത്രമാണ്. കടയും കച്ചവടം നീ കണ്ടില്ലേ? ഒരു കിറ്റ് വാങ്ങുന്നവർക്ക് ഒരു കിറ്റ് ഫ്രീ. വേണ്ടി വന്ന തമിഴ്നാട്ടിൽ വിളയുന്ന സകല പച്ചക്കറികളും ഇവിടേക്ക് കൊണ്ടുവരിക്കും ഞാൻ. കാണണോ നിനക്ക്? വിനായകൻ അതിന് കഴിയും. വലിയ വിലക്കുറവിൽ ഗുണനിലവാരമില്ലാത്ത എന്ത് വാരിക്കൊടുത്താലും അതിന് പിന്നാലെ പോകുന്നൊരു സമൂഹമാണ് ഇവിടെ ഉള്ളത്.
ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയാ ഞാൻ കട തുടങ്ങുന്നത്. അന്നന്ന് കിട്ടുന്ന മിച്ചം കൊണ്ട് അന്നന്ന് ജീവിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. എൻ്റെ കുട്ടിമണിയുടെ മനസ്സിൽ തോന്നിയ ഒരു കൊച്ചാഗ്രഹമെങ്കിലും എനിക്ക് സാധിച്ചു കൊടുക്കണം. പച്ചക്കറി വിപണനത്തിനായി കുട്ടു ഒരു പച്ചക്കറി തോട്ടം തന്നെ വയലോരത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പണ്ടേ ഇങ്ങനെയാ മനസ്സിലാ. എതിരാളിയുടെ പരാജയം കാണാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കും. ഒരിക്കൽ നിന്റെ പണം തട്ടിയെടുത്ത് പിന്നെ അത് തിരികെ തന്നു. എന്തിന്? നിന്റെ പ്രതീക്ഷകളെ വീണ്ടും തകർക്കാൻ വേണ്ടി മാത്രം. ജീവിതത്തിൽ ഒരു വട്ടം പോലും നീ ജയിക്കാൻ പാടില്ലെന്നുള്ള വാശിയുള്ളത് കൊണ്ട് മാത്രം. വിനായക, ആഹാ, നിന്റെ ഈ ക്ഷമയുണ്ടല്ലോ. നെല്ലിപ്പലക കണ്ടാലും ക്ഷമ വിടാതെയുള്ള നിന്റെ ഈ ആത്മനിയന്ത്രണം, അത് തകരുന്ന എനിക്ക് കാണണം മനസ്സിലാ. നിയന്ത്രണമില്ലാത്തൊരു ജീവിതം മനസ്സിനുണ്ടായിരുന്നു. അന്ന് ഞാൻ എങ്ങനെയായിരുന്നെന്ന് ശിവയ്ക്ക് നന്നായിട്ടറിയാം. ആ പഴയ മനസ്സിനല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പരാജയങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഞാൻ. ഇപ്പം ഞാനൊന്ന് ജയിച്ചു വരിക. വിനായകൻ്റെ കാല് പിടിക്കാൻ ഞാൻ. വിനായക, എൻ്റെ കുട്ടുവിനെ ഓർത്തെങ്കിലും നീ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. മനസ്സിലാ, നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി വന്നവനല്ല ഞാൻ. എനിക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ആ മാർഗത്തിനിടയിൽ നിങ്ങൾ വന്ന് പെട്ടെന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ വിധിയാണെന്ന് ഞാൻ പറയൂ. എനിക്ക് മുന്നിലിപ്പോൾ നിങ്ങളൊരു തടസ്സമാണ് മനസ്സിലാ. എന്റെ മാർഗത്തിൽ തടസ്സമാവുന്നവരോട് ദയ കാണിക്കാൻ എനിക്കറിയില്ല മനസ്സിലാ. വിനായക, ആരുടെയും മാർഗത്തിൽ തടസ്സമാകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കെൻ്റെ കുട്ടുവിൻ്റെ സന്തോഷവും സ്വപ്നങ്ങളും ആവരുത്. അറിയാം, എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിമണിയും അവരുടെ സ്വപ്നങ്ങളുമാണ് വലുത്. അതുപോലെ എനിക്കും ഉണ്ടാവില്ലേ മനസ്സിൽ സ്വപ്നങ്ങൾ? ശിവാനി, അതാണ് എൻ്റെ സ്വപ്നം. ശിവാനിയെ നിങ്ങൾ എനിക്ക് വിട്ടുതന്നേക്ക്. അവളിപ്പോൾ എൻ്റെ വലിയ സ്വപ്നമാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുഗ്രാമത്തിൽ എത്തിയത് തന്നെ. ശിവാനി എനിക്ക് വിട്ടുതന്നേ പറ്റൂ. മാത്രമല്ല, ശിവ എവിടെയുണ്ടെന്ന് കൂടി നിങ്ങൾ പറയണം. എൻ്റെ ഈ 2 ആവശ്യങ്ങളും സാധൂകരിക്കാൻ മനസ്സിലാ ഇപ്പൊ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുബായി. എന്തേ വിനായക, എന്റെ സ്വപ്നം ഒന്ന് പൂ അണിഞ്ഞോട്ടെ മനസ്സിലാ. നീ എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കല്ലാതെ മറ്റാർക്കും അവളെ വിട്ടുതരാൻ കഴിയില്ല. ശിവാനി എൻ്റെ പെങ്ങളാ. അവളെൻ്റെ കൈവശം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിനക്ക് അവളെ വിട്ടുതരില്ല. വിനായക, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. ഈ പറയുന്ന ശിവാനി എൻ്റെ അടുത്ത് വന്നിട്ടില്ല. മനസ്സിലാ, നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്കണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വിനായകൻ നിന്നെ തേടി വന്നത്. ഒരു തെറ്റിദ്ധാരണ കൊണ്ട് എന്നെ പിന്തുടർന്നവനാ നീ. അതാണ് സത്യം. ശിവാനിയുടെ പേര് പറഞ്ഞ് എന്നെ എങ്ങനെ ദ്രോഹിക്കരുത്, എന്നെ വീർപ്പ് പൊട്ടിക്കരുത്. കുട്ടിമനുടെ മാത്രമല്ല, വയലോരത്തുള്ള സകലരുടെയും കണ്ണീര് ശാപുവാ നിനക്ക് കേൾക്കേണ്ടി വരിക. വിനായക, ചങ്കിത്തട്ടി ഞാൻ നിന്നോട് യാചിക്കുക. വിനായകന് പറ്റിയ പ്രതിയോഗിയല്ല ഞാൻ. ദ്രോഹിക്കരുത്. സ്വസ്ഥതയും മനസ്സമാധാനം കൈവിടാതെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. വിഘ്നങ്ങൾ വരുത്തുന്നവനും വിഘ്നങ്ങൾ നീക്കുന്നവനും വിനായകൻ. അവൻ പെരിയവൻ, പിള്ളയാരപ്പൻ. പക്ഷെ ഈ വിനായകന് വിഘ്നങ്ങൾ മാത്രം വരുത്താനേ അറിയൂ മനസ്സിലാ. അതും നിന്റെ ജീവിതത്തിൽ. നിന്റെ വയലോരം വീട്ടിൽ പ്രശ്നങ്ങളൊന്ന് ആളി പുകയട്ടെ. എന്നാലല്ലേ എന്റെ ശിവാനിയെ വിട്ടുതരാൻ നിനക്ക് മനസ്സുണ്ടാവും, അല്ലേ? ബായി അയാളെ കാണാൻ പോകരുതായിരുന്നു. അയാളുടെ കാല് പിടിച്ചതിന് സമമായില്ല ബായി. ഞാൻ പിന്നെ എന്താ വേണ്ടത് പിച്ചളെ? വിനായകന്റെ മൊത്തക്കച്ചവടത്തിന് മുന്നിൽ ഈച്ചടിച്ചിരിക്കണോ? അയാളോട് വെല്ലുവിളിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ടോ പിച്ചളെ? ഞാൻ 1 ലോഡ് ഇറക്കിയ അയാൾ 9 ലോഡ് പച്ചക്കറി ഇറക്കും. എന്നോടുള്ള വാശിക്ക് വേണമെങ്കിൽ പൊള്ളാച്ചി വിളയുന്ന സർവ്വ പച്ചക്കറികളും അയാൾ ഇവിടെ ഇറക്കിയെന്നും വരും. ഞാനവൻ്റെ കാല് പിടിച്ചത് എനിക്ക് വേണ്ടിയല്ല പിച്ചളെ,
എൻ്റെ കുട്ടുവിന് വേണ്ടിയാ. മൊത്തക്കച്ചവടക്കാരന് മുമ്പിൽ ഒരു ചില്ലറ കച്ചവടക്കാരന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന യാഥാർത്ഥ്യമൊക്കെ ഇപ്പം എൻ്റെ കുട്ടുവിന് അറിയല്ലോ പിച്ചളെ. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത പഴയ കുട്ടുമായിരുന്നെങ്കിൽ പോലും ഈ ചെയ്തിയിൽ നിന്ന് ഞാൻ പിന്മാറില്ലായിരുന്നു പിച്ചളെ. ബായ്, ജീവിതം പഠിക്കാൻ വേണ്ടിയും ജയിക്കാൻ വേണ്ടിയും വലിയ മനുഷ്യനാകാൻ വേണ്ടിയും ജീവിതത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങുന്നത് നല്ലതിനാണെന്ന് ചിലർ പറയും. പക്ഷേ എന്നും തോൽവികളാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും പിച്ചളെ? തെരുവിൽ നിൽക്കുന്നവന് എന്നും തെരുവിൽ തന്നെ നിൽക്കേണ്ടി വരും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കരുത് പിച്ചളെ. ബായ്, എനിക്ക് ആ കട തുറക്കണം. നമ്മൾ ഇറങ്ങി തിരിച്ചതുപോലെ തന്നെ സംഭവിക്കണം. എൻ്റെ കുട്ടുവിൻ്റെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. ആയിരിക്കാം. ആ സങ്കടത്തിന്റെ പേരിൽ അയാളുടെ മുന്നിലേക്ക് പോകേണ്ടിയിരുന്നില്ല. ബായിയെ ദ്രോഹിക്കാൻ വേണ്ടിയല്ലേ അയാൾ ആ മൊത്തക്കച്ചവടം തുടങ്ങിയത്. ഇവിടെ പച്ചക്കറി ഇറക്കിയിട്ട് കിട്ടുന്ന ലാഭമൊന്നും അയാൾക്ക് വേണ്ട. ബായിയുടെ ജീവിതമാർഗം വഴിമുട്ടിക്കണം. അത് മാത്രമേ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ആണ് പിച്ചളെ. പക്ഷേ കുട്ടിമണിയെ സമാധാനിപ്പിക്കാൻ വേറെ മാർഗമില്ലാതെ വന്നപ്പോ എന്റെ മനസ്സ് ജമ്പായി. പറഞ്ഞാ മനസ്സിലാവുന്ന വിധത്തിലാ കുട്ടിമണി പെങ്ങളിപ്പ ബായോടൊപ്പം കഴിയുന്നത്. അതിജീവിക്കാനും വെല്ലുവിളിക്കാനും ഉള്ള മനസ്സുള്ളവർക്ക് ഈ ലോകത്ത് ജീവിതമുള്ളൂ. അങ്ങനൊരു മനസ്സിപ്പോ കുട്ടിമണി പെങ്ങൾക്കുണ്ട്. അത് ബായ്ക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് വയലോരം വീട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം. ഇന്നെന്ന കച്ചവടം ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല ബായ്. ഗുഡ്സ് ട്രെയിനിന്ന് വാരിക്കളയുന്ന ഉമി വാരിക്കൊണ്ടുപോയി ഉപ്പിട്ട് വറുത്ത് കവറുകളിലാക്കി അത് 5-10 രൂപയ്ക്ക് വിറ്റ് ഇവിടെ ആൾക്കാർ ജീവിക്കണില്ലേ? കച്ചവടത്തിന് ഒരു മനസ്സ് വേണം. കുട്ടിമണി പെങ്ങളിൽ അത് കുട്ടിക്കളി അല്ലാത്ത വിധം രൂപപ്പെടുത്തിയെടുത്താ നാളെ വീട്ടിലിരുന്ന് 10,000 സമ്പാദിക്കാനുള്ള മാർഗങ്ങള് കുട്ടിമണി പെങ്ങൾ തന്നെ ഉപദേശിച്ചു തരും. ബായുടെ മനസ്സിലിപ്പോഴും കുട്ടിമണി പെങ്ങളുടെ ആ പഴയ ചിത്രം തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ല പിച്ചളെ, അന്നും ഇന്നും കുട്ടുവിനെ ഞാൻ വൈകല്യമുള്ളൊരു പെണ്ണായിട്ട് കണ്ടിട്ടില്ല. എങ്കില് പിന്നെ ആദ്യം ചെന്ന് കുട്ടിമണി പെങ്ങളെ ആശ്വസിപ്പിക്കും. ബായ് തളർന്നു പോണ കാണുമ്പോഴാ ആ മനസ്സിനും തളരേണ്ടി വരുന്നത്. ബായ് വിനായകന്റെ മുന്നിൽ തോറ്റെന്ന് വരും. പക്ഷേ എന്റെ ബായ് ജീവിതത്തിൽ തോൽക്കില്ല. കുട്ടിമണി പെങ്ങളെ ഒപ്പമുള്ളത് തന്നെ അതിന് കാരണം. അല്ല ബായ്? അതെ പിച്ചളെ, കുട്ടുവാണ് എൻ്റെ പ്രതീക്ഷയും ആത്മവിശ്വാസവും. ഒരർത്ഥത്തിൽ പറഞ്ഞ കുട്ടു ആ പിച്ചളെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ. ബായെ മാത്രല്ല, ഈ പിച്ചളയെയും. അതിപ്പോ നാളെ പിച്ചളയെ മുന്നോട്ട് നയിക്കാൻ എൻ്റെ അനിയത്തി കുട്ടിയുണ്ടല്ലോ. പിച്ചളെ, ശിവാനിയുമായിട്ടുള്ള പിച്ചളയുടെ കല്യാണം അധികം വൈകാതെ തന്നെ നടക്കണം. എന്തിനാ ബായ് ഇത്ര തിടുക്കം കൂട്ടണേ? വിനായകൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കല്ലേ. ശിവാനി പിച്ചളയുടെ പെണ്ണായ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു ലളിതമായ ചടങ്ങ്, അത് മതി പിച്ചളെ. നാളെ ഇങ്ങനൊരു ബുദ്ധി എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്നൊരു കുറ്റബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഞാൻ എന്റെ സമ്മതം ബായിയെയും ശിവാനിയെയും അറിയിച്ചിട്ടുണ്ട്. ബായ് എപ്പ കെട്ടാൻ പറയണോ അപ്പ തയ്യാറായി പിച്ചളയുണ്ടാവും. ഇനി ഒരു താലി വാങ്ങി പോക്കറ്റിൽ കരുതണോ, അതിനും ഞാൻ തയ്യാറാണ്. പിച്ചളെ, വിവാഹം, വീട് പണി എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ശുഭകാലാരംഭത്തിന്റെ സൂചനകളാണ്. ആ, എല്ലാം ശരിയാവും. ശരി എന്നാ. കുട്ടിമണി, ഇങ്ങനെ പിണങ്ങി ഇവിടെ വന്നിരുന്നാൽ എങ്ങനെയാ? വാ, വന്ന് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുട്ടിമണി? ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. എല്ലാം ഞാൻ കാരണോ? ശാപം കിട്ടിയ ജന്മം എന്റേത്. മോളെ, അതെ. കുഞ്ഞുമണിക്കും കുട്ടാപ്പൂനും ചോറ് കൊടുത്തപ്പോ അപ്പച്ചിയമ്മയും പൂക്കോടി മാമനും അത് തന്നെയാ പറഞ്ഞ് ഞാൻ ശാപം വരുത്തി വെക്കുമെന്ന്. അയ്യോ, അത് അപ്പോഴത്തെ ദേഷ്യത്തിന്. അതൊന്നും അല്ല, എനിക്കറിയാം. അതിനുശേഷമല്ലേ ഇങ്ങനെയൊക്കെ വന്നത്. ഇതുവരെ ഇല്ലാത്തൊരു കട
പെട്ടെന്ന് പൊങ്ങി വന്നത് ഞാൻ കാരണമല്ലേ? അതെങ്ങനെയാ മോള് കാരണമാവുന്നേ? ഏതോ ഒരാൾ ഒരു കട തുടങ്ങി, അതല്ലേ ഉണ്ടായത്. അതത്ര കാര്യാക്കാനൊന്നും ഇല്ല മോളെ. കാര്യാക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഒന്നും പറയാതെ മനസ്സിനങ്ങ് പോയത്? എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ മനസ്സിനൊന്നും മിണ്ടാതെ പോയത്? അയ്യേ, അങ്ങനെയൊന്നും അല്ല മോളെ. ദേ, നമ്മുടെ പച്ചക്കറി കട തുടങ്ങാനായി എല്ലാം ഒരുങ്ങി നിൽക്കുമ്പോ അതിന് മുന്നിൽ അതേ രീതിയിൽ വലിയൊരു പച്ചക്കറി കട വരുന്നു എന്നറിയുമ്പോ ആരായാലും തകർന്നു പോവില്ലേ? ആ മനോവിഷമത്തിൽ പോയതാ സിജൻ. അല്ലാതെ മോളോട് സിജൻ ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേ, മോള് കാര്യം അറിയാതെ ചിലപ്പോഴൊക്കെ ഓരോന്ന് കാണിക്കുന്നേ. ദേ, ഇപ്പോഴും അത് തന്നെയാ കാണിക്കുന്നേ. നീ എണീറ്റ് വന്നേ. ഞാനില്ല, വലിച്ചു വയ്ക്കും. വന്ന് എന്തേലും കഴിക്കുക. വാ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം, അതാ വേണ്ടത്. വലിയ വിഷമിക്കണ്ട, പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. Yeah.